ഇതിപ്പോൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള സമയത്ത് എടുത്ത വീഡിയോ ആണ്. എൻ്റെ മിസ്റ്റേക്സ് എനിക്ക് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയുള്ളൊരു സമയമാണിത്. അത്യാവശ്യം ബോഡിയെല്ലാം സ്ട്രെച്ച് ചെയ്തു, അതിനുശേഷം വാമപ്പായി ഒക്കുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒന്നും ഞാനിത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഷോർട്സാണ്, ഈ ഷോർട്സാണ് ഞങ്ങളുടെ യൂണിഫോം വരുന്നത്. കഴിഞ്ഞ ദിവസം ആരോ ചോദിച്ചു യൂണിഫോം ഇട്ട് എന്തുകൊണ്ട് വർക്കൗട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട്. വീട്ടിൽ യൂണിഫോമിൻ്റെ ആവശ്യം ഇല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് യൂണിഫോം ഇട്ട് വർക്കൗട്ട് ചെയ്യാഞ്ഞത്. പിന്നെ ഇത് കണ്ടിട്ട് എന്നെ വിളിച്ച് വഴക്ക് പറയാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇത് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി, കുഴപ്പമില്ല. അതെൻ്റെ വീട്ടുകാരാണെങ്കിലും ഇതിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. 34 വയസ്സുള്ള ഒരാളാണ്. എൻ്റെ അച്ഛൻ പറയാറുണ്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള പക്വതയുണ്ട് എന്ന് ഞാനും വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഹാപ്പിനെസ്സിനനുസരിച്ച് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണിപ്പോൾ. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നില്ല. ഒരിടത്ത് അടച്ചു പൂട്ടി ആരെങ്കിലുമൊക്കെ പറയുന്നതും കേട്ട് കുറേയധികം ഞാൻ ഇപ്പോൾ കുറേ ചേഞ്ച് ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇപ്പോൾ ഈ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം സ്പാരിങ് ചെയ്തപ്പോഴത്തേനെ എനിക്ക് കുറേ അധികം മിസ്റ്റേക്സ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഓരോ സ്പാരിങ് മന്ത്ലി വെക്കും ഞങ്ങൾക്ക്. അപ്പോൾ ആ സ്പാരിങ് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എൻ്റെ നെഗറ്റീവ് ഇതാണ്, ഓക്കെ എൻ്റെ പോസിറ്റീവ് ഇതാണ് എന്നുള്ളത്. അപ്പം അതിനനുസരിച്ചാണ് ഇന്ന് ഞാൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തത്. പിന്നെ കോച്ച് പറഞ്ഞു തന്ന കുറേ കാര്യങ്ങൾ, അതായത് ഒരാളുടെ അല്ല, നമ്മുടെ അവിടെ ക്ലബ്ബിൽ സ്പാരിങ് നടന്ന പലരുടെയും മിസ്റ്റേക്സ് കോച്ച് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പറഞ്ഞു തരും. അപ്പം അതനുസരിച്ചാണ് കുറേയൊക്കെ ചെയ്യാനായിട്ട് ട്രൈ ചെയ്തത്. കുറേയധികം ലിമിറ്റേഷൻസ് ഉള്ള ഒരാളാണ് ഞാൻ. ഏജ് മാത്രമല്ല, ഇത്രയും 34 വയസ്സാകുമ്പോഴത്തേന് നമ്മളെല്ലാം പറഞ്ഞു തുടങ്ങും അല്ലേ, ഏജ് ഇസ് ജസ്റ്റ് നമ്പർന്ന്. ഏജ് കൂടുമ്പോഴാണല്ലോ ആ തോട്ട് നമുക്ക് മൈൻഡിൽ വരിക. അല്ലാത്തപ്പം 20കളിൽ നമ്മൾ പറഞ്ഞു ഏജ് ഇസ് ജസ്റ്റ് നമ്പർ, വേറെ 40സിലുള്ളവരോട് പറഞ്ഞു കാണും അല്ലേ. എനിവേ, ഇതിൽ ഞാൻ എൻ്റെ പ്രാക്ടീസ് കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ കാണിക്കുന്നത്. ആരും കണ്ട് ബോറടിക്കുന്നവരുണ്ടെങ്കിൽ സ്കിപ്പാക്കി പൊക്കോളൂ. പിന്നെ ഇത് എനിക്ക് എൻ്റെ ഒരു ഡിപ്രഷൻ മാറ്റാനും എനിക്ക് ഒരു മൈൻഡ് ഹാപ്പി ആക്കാനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ ആരും ഉപദ്രവിക്കുന്നില്ലല്ലോ ഞാനിവിടെ. ഇപ്പോൾ സ്പാരിങ് ടൈമിലുണ്ട്, ഫൈറ്റ് ടൈമിലുണ്ട്, അത് റിങ്ങിനകത്ത് മാത്രമേ ഉള്ളൂ. റിങ്ങിന് പുറത്ത് വന്നു കഴിയുമ്പോൾ ആരും നമുക്ക് ശത്രുക്കളല്ല. പിന്നെ കുറേ അധികം സമയം ഞാൻ ഈ പ്രാക്ടീസ് ചെയ്യുന്നത് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിൽ സ്കിപ്പ് ചെയ്താണ് കുറേയൊക്കെ നിങ്ങൾ കാണുന്നത്. കാരണം എനിക്ക് എൻ്റെ നെഗറ്റീവ്സ് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്തുകൊണ്ട് ഇതെനിക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടൂടാ. ആരെങ്കിലുമൊക്കെ ഗേൾസിന് എന്തെങ്കിലുമൊക്കെ പ്രചോദനമാവുകയാണെങ്കിലോ. അടുത്ത ഒരു ഇൻ്റർനാഷണൽ പ്ലെയർ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഇല്ലെങ്കിലോ അല്ല ഉണ്ടെങ്കിലോ, തെറ്റിപ്പോയതാ കേട്ടോ. അപ്പോൾ ഞാനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയൊന്നുമല്ല. കുറേ അധികം മിസ്റ്റേക്സ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ മിസ്റ്റേക്സിൽ നിന്ന് ഞാൻ പഠിക്കുന്ന ഒരാളുമാണ്. പിന്നെ ഇംപെർഫെക്ഷൻ ഈസ് ദ പെർഫെക്ഷൻ ഓഫ് മൈ ലൈഫ്. ഇതാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഞാനുള്ളതിൽ ഹാപ്പിയാണ് കേട്ടോ. പിന്നെ ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, ഇതെൻ്റെ ഫേവറേറ്റ് സ്പേസ് തന്നെയാണ് വീട്ടിൽ. ഇത് ഞാൻ സെറ്റ് ചെയ്തതാണ്. ഈ ബാഗ് ഓൺലൈൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ബാഗിനകത്ത് ഫില്ല് ചെയ്തേക്കുന്നത് ക്ലോത്താണ്. ഞാൻ വിചാരിച്ചു കുറച്ച് ക്ലോത്ത് കൊണ്ട് ഇത് നിറയുമെന്ന്. ഇതൊരു 3-4 ചാക്ക് നിറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അത് താന്നു വരുമ്പോഴത്തേനും ഞാൻ പിന്നെ അതിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. ഇനി ഒരു ടയർ സെറ്റ് ചെയ്യണം, ഒരു 2 ടയർ അതിനടിയിലിട്ട് സെറ്റ് ചെയ്യണം എന്നെനിക്കൊരാഗ്രഹമുണ്ട്. കിട്ടുകയാണെങ്കിൽ അതും സെറ്റ് ചെയ്യാം. ഇത് ചെയ്യുന്നതിലും പല മിസ്റ്റേക്സും ഉണ്ട്. ഞാൻ പലതും കണ്ട സാധനങ്ങൾ കോപ്പി ചെയ്യാനായിട്ട് നോക്കുന്നതാണ് ഇവിടെ ഈ നടക്കുന്നത്. പ്രാക്ടീസ് കുറേ സമയം ചെയ്തു ശേഷം ഞാൻ നല്ല ക്ഷീണിച്ചിട്ടുണ്ട്. ഇനി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ വീട്ടിലെ ഒരു സ്പോട്ട് ഞാൻ കാണിക്കാം. ഇപ്പം ഞാൻ പറഞ്ഞ ഈ ബാഗ് ഞാൻ സെറ്റ് ചെയ്തതാണ്. അതേപോലെ ഇനി കാണിക്കാൻ പോകുന്ന ഈ ഒരു ഫേവറേറ്റ് സ്പേസും ഞാൻ തന്നെ സെറ്റ് ചെയ്തതാണ്, ഞാൻ തന്നെ വാങ്ങിയതാണ്. അതെ, ഈ അലമാര ഇത് ഞാൻ വാങ്ങിയതാണ്. എൻ്റെ കുഞ്ഞ് ലൈബ്രറി ആയത്.
കുറേയധികം എൻ്റെ എൻജിനീയറിങ്ങിൻ്റെ പുസ്തകങ്ങളും എൻ്റെ PSCയുടെ പുസ്തകങ്ങളും അതിനിടയ്ക്ക് അല്ലാനുള്ള പുസ്തകങ്ങളും ഉണ്ട്. രാമാനന്ദി ഇത് ഞാൻ 2-3 തവണ വായിച്ചതാണ്. ഈ ബുക്ക് ഞാൻ ഒരു തവണ വായിച്ചു, പക്ഷേ എനിക്കിപ്പോൾ കഥ ഓർമ്മ വരുന്നില്ല. അപ്പോൾ ഇന്ന് ഇത് വായിച്ചാലോ? കുറേ നാളായിട്ട് PSC പഠനം മാത്രമാണ് നടക്കുന്നത്. വേറെ ബുക്കുകളൊന്നും വായിക്കാനുള്ള സമയം കിട്ടുന്നില്ല. ഇനി എൻ്റെ ഈ വീട്ടിലെ ഫേവറേറ്റ് സ്പോട്ട് ഞാൻ ഒന്ന് കാണിച്ചു തന്നതാണ് ഇത്. ഒന്ന് എൻ്റെ ലൈബ്രറി, പിന്നുള്ളൊരു സ്പോട്ടാണ് ഇത്.